ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഡിസ്ചാർജ് കിട്ടും കേട്ടോ. കാരണം ചെറുതിന് നമ്മൾ ഇന്ന് മഞ്ഞ നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NICU വിട്ടിട്ട് ഒരു 24 അവർ ഇപ്പം റൂമിൽ നമ്മൾ മോണിറ്റർ ചെയ്തല്ലോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി അവൻ എന്താ പറയുക പാലുകുടിയും കാര്യങ്ങളൊന്നും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ ഇവർ പോയി ബ്ലഡൊക്കെ കൊടുത്ത് വന്നതിന് ശേഷം ഇരിക്കുന്ന ഇരിപ്പാണിത്. തലേന്ന് രാത്രിക്കത്തെ ഉറക്കം അങ്ങനെ അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് വൈശാട്ടൻ എന്താ വേഗം പോയി കിടന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കിടക്കുമ്പോൾ ഇതാ ചെക്കനെയും കൂടി ചെറുതായി സൈഡിൽ കിടത്തിക്കോ, അതാകുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് അടിക്കണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു വെളിച്ചമൊക്കെ ഒന്ന് കൊണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ കിടത്തിയിട്ടുണ്ട്. തുമ്പമ്മ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്, അല്ലൂട്ടൻ അപ്പുറത്ത് സോഫയിൽ കിടക്കണം കേട്ടോ. അവനവൻ്റെ അമ്മമ്മേൻ്റെ കൂടെയാണ്, അല്ല അച്ഛൻ്റെ കൂടെയാണ് രാത്രി കിടന്നത്. രാവിലെ എണീറ്റിട്ട് അവനവൻ്റെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ചെറുതിനെ ഡോക്ടർ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചേട്ടൻ വീണ്ടും റാപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലൂട്ടിനും എണീറ്റ് വന്നിട്ടുണ്ട്, ചേച്ചിയും ചേട്ടനും കൂടെ കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവരെ നമുക്കിങ്ങനെ വാവേൻ്റെ അടുത്തേക്ക് പോകരുത്, വാവേനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമുക്കത് അങ്ങനെ കമ്പൽ ചെയ്തിട്ട് എന്താ പറയുക, അവർക്ക് അതൊരു ഫീൽ ആവുന്ന രീതിയിൽ ഞാൻ പറയാൻ നിൽക്കാറില്ല. പക്ഷേ കുറച്ചൊക്കെ അല്ലൂട്ടൻ കുറച്ചൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തുമ്പീനെയാണെന്ന് പേടിക്കേണ്ടത്, കാരണം കുഞ്ഞല്ലേ അവളും. അപ്പോൾ അവളങ്ങ് കയറി അങ്ങ് സ്നേഹിച്ചാലും പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ഒരു മയത്തിൽ ഞാൻ അവരെങ്ങനെ മാനേജ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളും അംഗനവാടിയിലും ഒക്കെ പോകുമ്പം വലിയ സീനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ സാനിറ്റൈസ് ചെയ്യാതെ വാവേനെ കൈ തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മൂപ്പരിപ്പം സാനിറ്റൈസറിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും മൂപ്പർക്ക് അതൊന്നും വലിയ പ്രശ്നമില്ല, എനിക്ക് എൻ്റെ വാവേനെ തൊട്ടാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ചേച്ചിയും ചേട്ടനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. സാധാരണ അല്ലൂട്ടൻ ഒരു ദിവസം 100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 10-200 ചോദ്യങ്ങളായിട്ടുണ്ട്. കുട്ടീനെ പറ്റിയിട്ട് 100 ചോദ്യം എക്സ്ട്രാ മൂപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം തെറ്റിയിട്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് നേരം അല്ലു അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ മതി, മൂപ്പർക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമാണ്. അമ്മമ്മ വന്നുകൊണ്ട് പിന്നെ കുറച്ച് ഇമോഷൻസ് കൂടുതലാണ്. അങ്ങനെ സങ്കടപ്പെട്ടിട്ട് അപ്പുറത്ത് മാറിയിരുന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ, മൂപ്പർക്ക് അതൊക്കെ മറന്നുപോയി. പിന്നെ ആ പറഞ്ഞ അതേ കാര്യം തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. വാവേനെ നന്നായിട്ട് റാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നോർമലി ഒരു മസ്ലിൻ ക്ലോത്ത് വെച്ച് റാപ്പ് ചെയ്യുന്ന പോലെ അല്ലാതെ തന്നെ നന്നായിട്ട് ചൂട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചൂട് കൂടിയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കിടത്തിയിരിക്കുകയാണ്. അച്ഛൻ വന്നിട്ടുണ്ട്, കാരണം ഡിസ്ചാർജ് ഏകദേശം സെറ്റായിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല വാവയ്ക്ക്. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൂടാൻ പോവുകയാണോ, ഇത് എത്ര ദിവസത്തേക്കുള്ള സാധനം എടുത്തിട്ടാണ് പോണത് തുടങ്ങിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോണസ്റ്റ്ലി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുണ്ടല്ലോ എല്ലാം കരുതി പോകുന്നതാണ് എപ്പോഴും സേഫ്. കാരണം വാവ NICUലായ സമയത്ത് നമുക്ക് ഒരുപാട് ടർക്കീൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ നമുക്കുള്ള ഡ്രസ്സാണെങ്കിലും ഒക്കെ നമ്മൾ കരുതിയത് കൊണ്ട് നമുക്കത് ആ സമയത്ത് ഓടിപ്പടയ്ക്കേണ്ടി വന്നിട്ടില്ല. അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാനല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 5-6 ടർക്കിയൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ടേക്ക് ഞാനൊരു 3 ടർക്കിയോ അങ്ങനെ എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുന്നേ ഡിസ്ചാർജ് കിട്ടുമെന്നുള്ളൊരു അമിത പ്രതീക്ഷേൻ്റെ പുറത്ത് ഞങ്ങൾ ആരോടും ചോറുണ്ടാക്കണ്ട കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്നത് നേരെ തിരിച്ചാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടിയത്. അതുകൊണ്ട് അവിടുന്ന് ക്യാൻറ്റീനിൽ തന്നെ ഫുഡ് വാങ്ങിച്ചു. അശ്വിനിയുടെയും ആവയുടെയും ഫസ്റ്റ് മീറ്റാണ് കേട്ടോ ഇത്. ഇവൻ എൻ്റെ വയറ്റ് കിടക്കുന്ന സമയത്ത് തന്നെ അശ്വിനി വന്നിട്ട് ചെറിയമ്മേൻ്റെ കുട്ടിയെ എന്നൊക്കെ പറഞ്ഞിട്ട് കൈവച്ചാൽ അവൾക്കൊരു ചവിട്ട് എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്നെ ചവിട്ടി പഠിച്ചാണ് പുറത്തേക്ക് വരുന്നതെന്ന്. അല്ലൂസിനും അശ്വിനിക്കാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചവിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹോൾ പ്രഗ്നൻസിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി കുഞ്ഞിനെ ഇന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇനിയുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ ചെറുതിനെ കാണാൻ. കല്യാണിയൊന്നും കണ്ടിട്ടില്ല, ഹേസു കണ്ടിട്ടില്ല, അവരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ആ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഡിസ്ചാർജ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം തന്നെ ഭയങ്കര ഒരു സമാധാനമായിരുന്നു. എല്ലാം കെട്ടിപ്പോട്ടി ഒരു ട്രിപ്പ് അവിടെ കൊണ്ടുവച്ചു. പിന്നെ അവർ തിരിച്ചു വന്നു. രണ്ടാമത്തെ ട്രിപ്പ് എല്ലാം സെറ്റാക്കി വെച്ച് അമ്മ ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയറാണ്. ഇനിയിപ്പോൾ അവരവിടെ ഡിസ്ചാർജ് സമ്മറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെത് ഓൾറെഡി സെറ്റാണ്, ഇനി വാവയുടെയും കൂടെ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോകാം ഗൈസ്. അമ്മമ്മയും അമ്മച്ചനും എത്രയോ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാണ് കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം അമ്മമ്മ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവനെ കയ്യിൽ കിട്ടിയ സമയത്ത് ആ സമയത്ത് പിന്നെ അമ്മച്ചന് ഷുഗർ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടി, അമ്മമ്മ ഇങ്ങോട്ട് വന്നിട്ട് ആ സമയത്ത് അമ്മച്ചന് വയ്യാണ്ടായാലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, റിസ്ക് എടുക്കണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയാണ്. അങ്ങനെ നമ്മളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുമ്പമ്മേനെ റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ കുളിച്ചു, ഞാൻ റെഡിയായി, ചെറുതിനെ
ഡ്രസ്സ് മാറ്റി കൊടുത്തു, അല്ലൂട്ടനെയൊക്കെ ഇനി എല്ലാം റെഡിയാണ്. ഇനി അവരൊന്ന് അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം, ബില്ലടയ്ക്കണം. അതൊരു ചെറിയ കാര്യമല്ലല്ലോ, ഇതുകൊണ്ട് ബില്ലടയ്ക്കണം. അവന് അമ്മയും റെഡിയായി, നമ്മളെല്ലാവരും റെഡിയായി. പിന്നെ അശ്വിനി എൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിനി വെയിറ്റ് ചെയ്യാണ് അവരുടെ ഒരു കോളിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത്, ഞങ്ങൾ 5 പേരും കൂടെ ഇടയ്ക്ക് 4 പേരൊന്ന് വായിൽ വരും കേട്ടോ. ഒരാൾ പുതിയത് വന്നത് ഇങ്ങോട്ട് സെറ്റാവണ്ടേ. അപ്പോൾ നമ്മൾ 5 പേരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടൻ വെക്കുന്ന അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുക. ഏട്ടൻ ഉറങ്ങി തീർക്കുകയാണ് കേട്ടോ, അവിടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അശ്വിനി ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് ഫോട്ടോസ് എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ 5 പേരും കൂടെ ഫോട്ടോസ് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. തുമ്പം എന്തൊക്കെയോ കാര്യമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മമ്മ എന്നെ ശരിയാക്കും ഗൈസ്. കാരണം എൻ്റെ അമ്മമ്മയും ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് കിടക്കുമ്പോൾ ടോമാഞ്ചെറിയാണ് ഗൈസ്. അമ്മമ്മ പണ്ടത്തെ ഞാൻ വിളിക്കൽ പ്രേമ MBBS MD ഒക്കെ എടുത്ത ആളാണെന്നാണ് കേട്ടോ. എന്തിനും അമ്മമ്മേൻ്റെ അടുത്തൊരു മരുന്നുണ്ടാവും, എന്തിനും അമ്മമ്മയ്ക്കൊരു പക്ക ഒരു റീസൺ അമ്മമ്മയ്ക്ക് പറയാനുണ്ടാവും. തമാശയ്ക്കാണെങ്കിലും പറയാം, ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ കൺസെപ്റ്റ് നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണേ. അപ്പം ഞങ്ങൾ അത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതാണെങ്കിൽ ഇങ്ങനെ വർത്താൻ പറഞ്ഞോണ്ടിരിക്കും. ഇപ്പം ഞാൻ മുടി ചെയ്യുന്ന കണ്ടപ്പോൾ അമ്മമ്മ പറയും 15 കഴിയാതെ മുടി ചെയ്യുവാൻ പാടില്ല. ഇനി നഖം വെട്ടുന്നാണ്ട് പറയും 15 കഴിയാതെ നഖം വെട്ടാൻ പാടില്ല. ഇങ്ങനെ ഇരിക്കല്ലേ നീ, ഇനി അങ്ങനെ കിടക്ക് നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണം അമ്മമ്മയ്ക്ക്. പക്ഷേ ഇതിനൊക്കെ ഞങ്ങൾ ഫുൾ കോമഡി ചെയ്യുന്നു. അല്ലുവിനെയൊക്കെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും ഞാൻ കുളിക്കുന്ന ആ പഞ്ചായത്ത് മൊത്തം അറിയായിരുന്നു. അത്രയും ഒച്ചപ്പാടെടുത്തിട്ട് ഞാൻ കുളിക്കാറ്. ഞാനും അമ്മമ്മയും കൂടെ ബാത്റൂം കയറി അമ്മയ്ക്ക് എന്തെങ്ങളാണ് കാണിക്കുന്നത്, അങ്ങനെയാണ്. അമ്മമ്മയ്ക്ക് കൈക്കൊന്നും ചൂട് അറിയുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങ് എടുത്ത് ഒഴിക്കുക തന്നെയാണ് ചെയ്യുക കേട്ടോ. എനിക്കൊരു പ്രാവശ്യം പൊള്ളിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മമ്മ അപ്പം അതുപോലെ വലിഞ്ഞു മുറുക്കി കിട്ടുന്നതിലൊക്കെ അമ്മമ്മ എക്സ്പേർട്ടാണ് ഗേസ്. പക്ഷേ ഇപ്പം എന്തായാലും സിസേറിയൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ നൈസായിട്ട് വിടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ കേട്ടോ. അല്ലുവിന് തുമ്പിക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെയാണ്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുകയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞിച്ചക്കൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എനിക്ക് ഇവൻ എന്താ വിളിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പരതുന്നിട്ട് അവനെ പറ്റി പറയുമ്പോൾ ലൈക്ക് അവന് പേരിട്ടിട്ടില്ല. നമുക്ക് വീട്ടിൽ നിന്ന് വിളിക്കാൻ എന്തായാലും ഒരു പേരിടണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒറിജിനൽ നെയിമൊക്കെ നമുക്ക് വഴിയെ സെറ്റാക്കാം. വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടി കുറേ കമൻസ് ഞാൻ കണ്ടു. ലല്ലു, പിന്നെന്താ കാശി, വിച്ചു, അങ്ങനെ കുറേ പേരുകളൊക്കെ ഞാനിങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്നിരുന്ന് കമൻറ്റ് വായിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ ഏത് പേരിടണം എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കാരണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ലോങ് വീഡിയോ ഇടുക. അങ്ങനെ നമ്മൾ 5 പേരും കൂടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് പിക്കാണ് കേട്ടോ ഇത്. നമ്മളെല്ലാവരും കൂടെ ഉള്ള ഫസ്റ്റ് പിക്കാണ്. നമ്മൾ വാവേനെ റിസീവ് ചെയ്ത ദിവസമൊന്നും ആ ഫോട്ടോ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അന്ന് ആ ഒരു മൈൻഡൊന്നുമല്ല, ഫോട്ടോ ആ കാര്യം ഓർമ്മയല്ല. ഓനങ്ങനെ കൈ കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനവും സന്തോഷമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നൊരു ഫോട്ടോ ഒന്നും എടുത്തില്ല. രണ്ടാമത് ഇവനെ NICയിൽ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞത്, നമ്മളൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലേ. അവനെ കയ്യിൽ കിട്ടിയ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തു, അതല്ലാതെ നമ്മൾ 5 പേരും കൂടെ നിന്നൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ എന്തായാലും നമ്മുടെ ശുണ്ടുമണീനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. കമൻറ്റ് ബോക്സൊക്കെ ഞാൻ കണ്ടു, എല്ലാവരും പറയുന്നു വൈശാഖേട്ടനെ പോലെ തന്നെ. ഓഫ് കോഴ്സ് എനിക്കും ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അതാണ് തോന്നിയത്. ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലൂട്ടൻ ചെറുതായപ്പോഴുള്ളത്, അല്ലൂട്ടൻ ജനിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അവൻ്റെ സെയിം വെയ്റ്റ്, സെയിം ഹൈറ്റ്, സെയിം ഫേസ് അങ്ങനെയൊക്കെ. പക്ഷേ തുമ്പീൻ്റെയും കൂടെ എന്തോ ഒരു ചായ അവന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം പ്രൊഡക്ഷൻ കമ്പനി സ്ട്രോങ് ആണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരെണ്ണം എൻ്റെ സൈഡിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസും കാര്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും തുമ്പി എൻ്റെ കാർബൺ കോപ്പിയാണെന്നുള്ളത്. ഇത് മാത്രമാണ് എനിക്കിത് സമാധാനം. ഏതെങ്കിലും ഒന്നെങ്കിലും ഇപ്പോൾ ചായ വേണ്ടേ, അല്ലേ? നമ്മളെത്ര കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നതാ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിനി ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ്. പിന്നെ ഞാൻ ധൈര്യപ്പെട്ടിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് പേടിയാണ്, പക്ഷേ അതിലോട്ട് ഭയങ്കര സേഫായിട്ട് പിടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും കേട്ടോ, മോൻ ഒറ്റയ്ക്കൊന്നും ചെയ്യരുത്, അമ്മളുടെ ചെയ്യാവൂ എന്നൊക്കെ. പിന്നെ അവർ സ്കൂളിലും അംഗനവാടിയിലൊക്കെ പോകുന്നതാണ് നമ്മുടെ ഒരു സമാധാനം. ബാക്കിയുള്ള സമയം പിന്നെ മാവേൻ്റെ അടുത്ത് എപ്പോഴും നമ്മൾ ഉണ്ടാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അമ്മയും എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ചിരിക്കാനൊക്കെ കാര്യമായിട്ട് ചിരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ചെക്കനും അവിടെ നിന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ, ഇനി ഒരു 3 കൂടെ ആകുമ്പോൾ എന്തായിരിക്കും പുകില്ല. എൻ്റെ കാര്യത്തിൽ തീർമാനമായി എന്ന് ഞാൻ പറയില്ല, കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ പരിപാടിക്ക് നിന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഇനി ഒന്നീന്നൊന്ന് സെറ്റ് ആവണം. പക്ക ഒരു റൊട്ടീനൊക്കെ മനസ്സിലിങ്ങനെ കാണുന്നുണ്ട്. ഇത്ര സമയമാകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. എനിക്ക് ഒരു
ഒരു കാര്യം ഇതൊക്കെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരമുണ്ട്. പക്ഷെ എന്തായാലും ചെറിയ മക്കളാണല്ലേ, അപ്പോൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്നൊന്നും അറിയില്ല. എന്തായാലും വീട്ടിൽ പോയി നോക്കാം. പിന്നെ അമ്മയൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു സമാധാനം. പക്ഷെ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ. കാരണം തുമ്പിമോളെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഓവറായിട്ട് റെസ്റ്റ് എടുത്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. അച്ഛൻ മരിച്ചൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഫുൾ ടൈം എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മേനെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ആ ഒരു അവസ്ഥയിലും എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അല്ലാത്ത സമയങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെയാണ് തുമ്പീനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓവർ റെസ്റ്റോ കാര്യങ്ങളോ കിട്ടില്ല. അന്ന് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കറിയാം ആഫ്റ്റർ ഡെലിവറി നല്ലൊരു റെസ്റ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടേക്ക് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് വേണമല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലൂനെയും തുമ്പീനെയും ഒക്കെ സ്കൂളിൽ വിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അമ്മയ്ക്കും വയ്യല്ലോ, പക്ഷെ അമ്മയ്ക്ക് കാലിന് വയ്യ, വേദനയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിനി പോട്ടെ. കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ടും അവർ വരുന്നത് കാണാൻ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ഒന്ന് അന്വേഷിച്ചപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടെ ഉള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറയാ പ്രത്യേകിച്ച് ഇവിടെ കുളിച്ചില്ല വിചാരിക്കും. ഇതുപോലെ എവിടെയും പോകുമ്പോൾ ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇറങ്ങുന്നതാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വന്നിട്ടോ, ജസ്ന. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പണ്ട് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അവളെവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് ഇനി പിന്നെ നമ്മൾ ബാക്കിയുള്ള കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് പോവാണ്. ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്, ബില്ലൊക്കെ പേ ചെയ്തു, എല്ലാം സെറ്റായിട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. ട്രോളണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇവളെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊണ്ടു തരും കേട്ടോ. പിന്നെ നിങ്ങൾ കാണിച്ചു തന്നില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ പോവാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ പോവാൻ നേരത്തെ റൂമൊക്കെ ഒന്നുകൂടി ഒന്നിങ്ങോട്ട് കണ്ടു കേട്ടോ. നല്ല റൂമായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു, ആൻഡ് ക്യാഷിന് വേർത്തായിട്ടുള്ള റൂമായിരുന്നേ. പക്ഷെ ഒരുത്തി ഇതാ വാതിൽ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തള്ളി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് മതിയായില്ലേ റൂം എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് അവിടെ നിൽക്കണം യാതൊരു ആഗ്രഹമില്ല കേട്ടോ. വേഗം വീട്ടിലേക്ക് പോകാൻ ചെറിയ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഒരുത്തിയാണെങ്കിൽ പൊട്ടത്തി ഏട്ടൻ കൊടുത്ത പാട് സ്റ്റാൻഡൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ട്രോള് മൊത്തം നമുക്ക് അശ്വിനിക്ക് തന്നെ കൊടുക്കാം ഗൈസ്. അമ്മ തുമ്പീൻ്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങി പിടിച്ചോ. എന്തി വെക്കണം, തുമ്പി വീടും വേണ്ട വേണ്ട. എന്തോ ഞാൻ വ്ളോഗ് എടുക്കാൻ വന്നോന്നുണ്ടല്ലോ. ഞാൻ കുഞ്ഞിനില്ല ആ സെറ്റാ കൊട്ടണിക്ക് വേല ഈ സാറിൽ ഞാൻ കാരണം ആരും കൂടെ കമ്പനിക്ക് ഉണ്ടാവും. എല്ലാരും ഇത് കൊണ്ടേ കാണുകയും ചെയ്യും. സ്റ്റിക്കറും കൂടെ ഞാൻ അറിയാവുള്ളൂ. മോനക്ക് ചാരി വെച്ചാ പറയാ ചാരിയതാ. ചെക്കൻ നല്ല ഉറക്കാണ് കേട്ടോ. മൂപ്പരിതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതാ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ റിസപ്ഷനിൽ ചെന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബറിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ പ്രസവിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഏട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. പുതിയ ക്യാമറമാൻ എന്നുള്ള മട്ടിൽ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി വേഗം പോയിട്ട് സോഫയിലൊക്കെ ഇരുന്നുണ്ട്. അയ്യോ ഒന്നത്തിൻ്റെ ഇര ഇവൾ തന്നെ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇരയായിട്ട് കിട്ടൽ ഇവൾ തന്നെയാണ് കേട്ടോ. സംഭവം നമുക്ക് ടോപ്പിക്കൊന്നും നമ്മൾ ഉണ്ടാക്കണ്ട, ഓളനെ അങ്ങോട്ട് കൊണ്ടു തരും. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മൾ വണ്ടി വന്നപ്പോൾ വേഗം എല്ലാ സാധനം കൂടെ അതിൽ കൊണ്ടുപോയി ഇട്ടുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്ന് മരുന്ന് വാങ്ങിയില്ല. ഡണ്ടടേ. അപ്പം നമ്മൾ ഓൾഡ് ബ്ലോക്ക് പോയിട്ട് മരുന്ന് വാങ്ങിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ കടന്നോട്ടെ, കാരണം ഡിസ്ചാർജ് ആയെന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പ് വേണ്ടേ ഏത്. അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചാണ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത്. ആക്ച്വലി ഇവിടേക്ക് അല്ലുട്ടനെയും തുമ്പീനെയും ഏട്ടനെയൊക്കെ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കണം എന്നാണ് ഇതിൻ്റെ ആഗ്രഹം. പക്ഷേ വണ്ടി അവിടെ വെച്ചോണ്ട് ഇനി ഏട്ടാ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചീത്തേക്കും. അതുകൊണ്ട് പിന്നെ വേണ്ടാത്ത പണി എന്തിനാണ് എടുക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോയി എടുത്തു. പിന്നെ നമ്മളിപ്പോൾ പോണത് ഓൾഡ് ബ്ലോക്കിലേക്കാണ് കേട്ടോ. അതായത് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണല്ലോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ WNC, അതായത് വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നാണ് ഞാൻ തുമ്പീനെ പ്രസവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ
മെഡിസിൻസ് വാങ്ങിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി അവിടെ പോട്ടെ. എത്ര അപ്പമാണ് അല്ലേ, തൽക്കാലം നിങ്ങൾ അപ്പം അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. ചക്കര ഞാനിങ്ങനെ എടുത്തിരുന്നെങ്കിലും പിന്നെയാണ് ഓർമ്മ വന്ന അയ്യോ മുമ്പിൽ കുട്ടികൾ എടുക്കരുതെന്നല്ലേ പറയാം. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് ഓനെ കൊടുത്ത് ഇനി ഞാനും ഏട്ടനും കൂടെ പോയി മരുന്നൊക്കെ വാങ്ങി വരട്ടെ. എനിക്കൊരു പ്രത്യേക അസുഖമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഇച്ചിരി തല പൊന്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഉഷാറാക്കും, പിന്നെ ഞാൻ അങ്ങോട്ട് സൈഡാവും അല്ലേ. അപ്പോൾ എനിക്കൊരു ഇച്ചിരി തല പൊന്തിയിട്ടുണ്ട് ഗൈസ് ഇന്നത്തെ ദിവസം. കാരണം ഡിസ്ചാർജ് ആവുന്നതിൻ്റെ സന്തോഷവും ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ മന്ദമാണെങ്കിലും നടന്നു പോകുന്നുണ്ട്. പോയി മെഡിസിൻസൊക്കെ വാങ്ങി ഇനി നമ്മൾ തിരിച്ചൊക്കെ ഇങ്ങനെ നടന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കട്ടെ വയറ് കുറഞ്ഞോ. വയറൊന്നും അധികം കുറഞ്ഞിട്ടൊന്നുമില്ല. എപ്പോഴും ഒരു ഗർഭിണി ലുക്ക് ഉണ്ടോ വെച്ചാൽ നടത്തം എന്തായാലും സെറ്റാവില്ലല്ലോ. നമുക്ക് ഈ പ്രഗ്നൻസി ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നടത്തമുണ്ട്. ആ നടത്തം അങ്ങോട്ട് സെറ്റാവണമെങ്കിൽ കുറച്ച് കാലങ്ങൾ എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കെട്ടാങ്കൽ ഇറങ്ങിയിട്ടോ അശ്വിനി. കാരണം ഇനി വീട്ടിലേക്ക് കൂടെ വന്ന് നേരം വൈകിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കൊണ്ട് അവൾ കെട്ടാങ്കൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അമ്മമ്മ ഈ ഗേളി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ വീടിനോട് അടുത്തെത്തി. അപ്പോൾ ഞങ്ങളങ്ങനെ കയറുമ്പോൾ തന്നെ അമ്മമ്മ ഓടി വരുന്നുണ്ടാവും എന്നുള്ള ഷുവറാണ്. അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇനി അമ്മമ്മ വരുന്നുണ്ട്. ഇനി വന്നിട്ട് ആരെയാണ് ആദ്യം നോക്കണതെന്ന് നോക്കട്ടെ കേട്ടോ. വേണ്ട കുട്ടീനെ നോക്കണേ. വല്ലാത്ത സാധനം തന്നെ കേട്ടോ. അത് നോക്കാൻ നോക്കണേ. കയ്യുണ്ടായിരുന്നു. അതിന്റെ അത്രയും വീടില്ല. ഓനല്ലേ, ഓൻ്റെ അത്രയൊക്കെ ഉണ്ട്. തുമ്പിമേ എന്താ അമ്മേനോട് മിണ്ടാത്ത്? ഞാൻ ഉറങ്ങിയതാ. ഇറങ്ങിയിരുന്ന അമ്മത്തിനെ കുളിച്ചിട്ട് അയ്യോ അതെന്താ പൊട്ടൊക്കെ. അമ്മച്ചെന്ന് കുളിക്കണം. നാളെ കുളിപ്പിച്ചു. നാളെ താഴത്തെ അതാ പോലീസാരോ അമ്മച്ചാൻ തുടങ്ങി. ആ ഓനും കാണണോ? അമ്മച്ചനെ കാണിച്ചെടുക്കണേ. മോനെ ഇതിലിരിക്കും. നാളെ ഏറ്റവും കെടുത്തുള്ളൂ. നാളെ കുളിച്ച് മാറ്റി ബെഡ്ഷീറ്റ് ശിങ്കറാണിയെ ദാ അമ്മച്ചേ വേലു അമ്മച്ചെന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. വേലു പേമി വേലു ഏത് വേലു? നമ്മൾ ഉറങ്ങാണ്. കിടത്തിക്കോ? നിങ്ങള് നേരം വൈകിപ്പോ കൈ മുക്കി പിച്ചോട്ടാ. കൈ വിടരുത്. ഞാൻ ഇന്നലെ പറഞ്ഞ് ഒന്നെങ്കിൽ നാളെ മുക്കി പിച്ചോളി ചേട്ടാ. വീട്ടിലെത്തിയപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടോ. ഇനിയിപ്പം അല്ലൂട്ടന് ക്ലാസ് തുടങ്ങുകയാണല്ലോ. അല്ലൂട്ടന് 3-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങിയത്. ഞങ്ങൾ 2-ാം തീയതിയാണ് വീട്ടിലെത്തുന്നത്. 2-ാം തീയതി വൈകുന്നേരം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ അല്ലൂട്ടന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഡിസ്ചാർജ് കിട്ടണേ. കാരണം ഓൻ പോകുന്ന ദിവസം നമ്മൾ വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ ഓൻ ഏറ്റവും വലിയ സങ്കടമാവുമല്ലോ. ഇനിയിപ്പോൾ പോണതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ യൂണിഫോം അടിച്ചതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇതാ ഉഷമ്മയും പാച്ചനും കൂടെ വന്നത് കേട്ടോ. അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, ആശുപത്രിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നേ. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആ സൈഡിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം അടുക്കി പെറുക്കി എല്ലാം അലക്കിയൊക്കെ വെക്കണമൊക്കെ തന്നെ നല്ലൊരു പണിയാണല്ലോ.
അപ്പോൾ ചെറുതിനെ അവിടെ തന്നെ കിടത്തിയായിരുന്നു, കാരണം അവന് തണുപ്പ് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അമ്മച്ചൻ കിടക്കുന്ന റൂമിൽ. അപ്പോൾ അവിടെയാണ് കിടത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നു. റൂമൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മമ്മ ഓൾറെഡി. ഇനി ആക്ച്വലി നമ്മളുടെ ഫുൾ റൊട്ടീൻ ചേഞ്ചായി. നമ്മുടെ ആ ഒരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടല്ലേ. ഇനി ഇവനെയും വെച്ചുകൊണ്ടൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് ശീലിക്കണം ഞാൻ തന്നെ. ഇനി അതൊക്കെ നമുക്ക് സെറ്റാവുമായിരിക്കും. നമ്മൾ ഏത് സാഹചര്യത്തിലും പൊരുതി ജയിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാരായതുകൊണ്ട് അതൊക്കെ സെറ്റാവുമായിരിക്കും. തുമ്പമ്മ അത് അവിടെ ദോശയൊക്കെ ഉണ്ടാക്കിപ്പിച്ച് അമ്മമ്മേനെ കൊണ്ട് അമ്മമ്മ ഒരു ദോശ സ്പെഷ്യലിസ്റ്റുമാണ്, തുമ്പി ഒരു ദോശ ലവറുമാണ്. അതുകൊണ്ട് തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ അതാ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് അലക്കാനുള്ളത് വേറെ, അല്ലാത്തത് എടുത്ത് വെക്കാനുള്ളതും ഒക്കെ കൂടെ എന്തൊക്കെയോ പണിത്തിരക്കിലാണ് അമ്മയും അമ്മമ്മയൊക്കെ കൂടെ. നല്ല ക്ഷീണമുണ്ട് എല്ലാവർക്കും. അപ്പം എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 1 or 2 days എടുക്കും ഒന്ന് സ്റ്റേബിളായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് അമ്മ അപ്പുറത്ത് കിടന്നോ, ഞാനും വിശേഷനും വാവയാണ് ഇവിടെ കിടക്കുന്നത്, അമ്മയും മക്കളും അമ്മമ്മയും അമ്മച്ചനൊക്കെ അപ്പുറത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഇന്ന് ഉറക്ക് കിട്ടും. ഞങ്ങളുടെ കഥ എന്താണെന്നുള്ളത് അറിയില്ല, കാരണം ഇവൻ NICUയിൽ വന്ന ദിവസം, NICUന്ന് ഫസ്റ്റ് വന്ന ദിവസം ഭയങ്കര അലമ്പായിരുന്നു. രാത്രി കരച്ചിലും അതും ഇതൊക്കെയാണ്. ഇടയ്ക്കൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ എണീക്കേണ്ടതുകൊണ്ട് കുറച്ചൊരു നമ്മളെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷേ അടുത്ത ദിവസം NICUന്ന് വന്നപ്പം ഇവൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണം കേട്ടോ. അച്ഛനും മോനും എന്തൊക്കെയോ കഥ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. ഏട്ടൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ ചെക്കൻ. അപ്പോൾ അതായത് സീനിയർ വൈശാഖും ജൂനിയർ വൈശാഖും എന്തൊക്കെയോ. ചെക്കൻ എക്കിട്ടെടുക്കുന്നതിന് ഏട്ടൻ കളിയാക്കുന്നത് കേട്ടോ. ചെക്കനും ഞെട്ടുന്നു, ചേട്ടനും ഞെട്ടുന്നു. ബൈ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ പറയാം. ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ.